സൂചിപ്പിക്കുകയാണ്. അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട എ കെ ആൻ്റണി ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനമാണ് പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം വയോജന സദനവും. ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ 10-20 വർഷമായി ചെയ്തു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അശരണരായ ആരോരും ആശ്രയമില്ലാത്ത പാവപ്പെട്ട വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തികച്ചും സൗജന്യമായി 20 വർഷത്തോളമായി നമ്മൾ ഈ പ്രവൃത്തി തുടർന്നു വരികയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഭക്ഷണം, ചികിത്സ, വസ്ത്രം, താമസം, എല്ലാ സൗകര്യങ്ങളും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ 35ഓളം അന്തേവാസികൾ എവിടെയുണ്ട്. 50ഓളം പേരുണ്ടായിരുന്നു. കുറേ പേര് മരണപ്പെട്ടിട്ടും പിന്നെ തിരിച്ചു പോയിട്ടല്ല. അങ്ങനെ ഇപ്പോൾ 35 പേര് നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി 5ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം സ്കോളർഷിപ്പ് നമ്മൾ കൊടുത്തു വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെ 216 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-22 ലക്ഷത്തോളം രൂപ ഒരു വർഷം അതിന് മാത്രമായിട്ട് തന്നെ ചിലവ് വരും. അതോടൊപ്പം കിടപ്പ് രോഗികളായ, അതായത് ആരും നോക്കാനില്ലാതെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസിസ് പോലുള്ള പ്രയാസങ്ങൾ കൊണ്ട് വീട്ടിൽ ആശ്രയമില്ലാതെ കഴിയുന്ന ആൾക്കാർക്ക് പ്രതിമാസം പെൻഷൻ രൂപത്തിൽ 1,500-2,000 രൂപ, അങ്ങനെ 2008 മുതൽ കുറേ പേർക്ക് മണി ഓർഡറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പേരിലൊക്കെ അവിടെ വന്ന് വാങ്ങും. അങ്ങനെ കുറേ പേർക്ക് ഒരു വർഷത്തിൽ ഏകദേശം 10-12 ലക്ഷം രൂപ അതിന് മാത്രം ചിലവ് വരും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നതിനിടയിലാണ് ഇത് മാത്രം പോരാ, നമുക്ക് ആരോഗ്യരംഗത്തും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മളെ ഭരണസമിതിക്കുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു മഹാരോഗമെന്ന് പറയാവുന്ന ഡയാലിസിസ്, കിഡ്നി രോഗം, ആ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഡയാലിസിസ് സെൻ്ററുകളുടെ എണ്ണം കുറവും രോഗികളുടെ എണ്ണം കൂടുതലുമാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് അതിൻ്റെ ഭാരിച്ച ചെലവ്. പല സ്ഥലങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും മറ്റും വലിയ എമൗണ്ടാണ് അതിനുവേണ്ടി ഈടാക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ലൊരു ഡയാലിസിസ് സെൻറ്റർ അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ശനിയാഴ്ച 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാറാണ്. അതിൽ നമ്മുടെ MLA സുമേഷ്, MP സുധാകരൻ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായമായി അവരവരുടെ വീടുകളിൽ 2,000-3,000 എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്കീം. അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് 25,000-ഉം 30,000-ഉം 15,000-ഉം കൊടുക്കുന്ന ഒരു സ്കീം. മൊത്തം ഒരു 10-15 ലക്ഷം രൂപ പ്രതിവർഷം കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും നമ്മുടെ കയ്യിൽ കാശില്ല. എല്ലാം അനുസ്മരണം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ സ്മരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അനുസ്മരണ വേളകളിലും ജന്മദിന ആഘോഷവേളകളിലും നമുക്ക് പ്രാർത്ഥന പോലെ കിട്ടുന്ന തുക മാത്രമാണ് ഇതിനെല്ലാം വിനിയോഗിക്കുന്നത്. അതിന് മാത്രം ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ അംഗീകാരമുണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമുണ്ട്, ജില്ലാ രജിസ്ട്രാറുടെ അംഗീകാരമുണ്ട്, CAൻ്റെ ഓഡിറ്റ് കൃത്യമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺസുമായി വരുന്നുണ്ട്. എല്ലാം സുതാര്യ. നമ്മളെല്ലാം ഈ ട്രസ്റ്റ് എന്നത് സമർപ്പിത മനസ്സുള്ള സേവന തൽപരരായ ഒരു കൂട്ടം സുമനസ്സുകളുടെ കൂട്ടായ്മയാണ്. അതാണ് പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ്. ആരംഭത്തിൽ MBK അലവിൽ അന്ന് നേതൃത്വം നൽകി. എന്നാൽ കൂട്ടായ്മയുടെ വിജയ ഇങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് തോന്നി ഇതൊന്നും പോരാ, മറ്റൊരു കാൽവെപ്പ്. നാട്ടിലെമ്പാടും അസുഖം, ക്യാൻസർ അല്ലാതെ കിഡ്നി കംപ്ലൈൻറ്റ്, അതുകൊണ്ട് ഒട്ടേറെ പേർ നരയിക്കുന്ന എത്രയോ രംഗം നിങ്ങൾക്കറിയാം, നമ്മളെക്കാളും നിങ്ങൾക്കറിയാം. അവിടെ ഒരു പുതിയ കാൽവെപ്പ് നടത്താനുള്ള ആഗ്രഹവുമായിട്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഏകദേശം 1 വർഷമായി നമ്മുടെ മനസ്സിൽ നടക്കുന്നത്. പക്ഷേ പല കാരണം കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, പൊല്യൂഷൻ കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള താമസം, ഇപ്പോഴുള്ള സ്മാർട്ട് പഞ്ചായത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടാണ് അല്പം താമസിച്ചു പോയത്. പക്ഷേ എന്ത് തന്നെയാലും ഇതിനുള്ള ഇവിടെ നോട്ടീസ് കണ്ടല്ലോ. അതോടുകൂടി അവിടെ ഉദ്ദേശിക്കുന്നത് സൗജന്യ നിരക്കിലുള്ള
പ്രവർത്തനമാണ്. ഇതിലാരും തന്നെ ഭരണസമിതി ഒരു രൂപ പോലും ഇന്ന് വരെ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. സേവനം അതേ നമ്മുടെ മുഖമുദ്ര ഇതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന 20 വർഷക്കാലമായിട്ട് ഈ സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൃശ്യ മാധ്യമ ശ്രവ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു സഹകരണം നമ്മൾ ആവശ്യപ്പെടുകയാണ്.